ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം സോളമനടാട്ട്. ഇന്ന് ഗാന്ധി ജയന്തിയാണ്. അതിലും വലിയൊരു പ്രത്യേകത, 100ാമത്തെ ഗാന്ധി ജയന്തി ദിനം നമ്മൾ ആഘോഷിക്കുകയാണ്. അതവസരത്തിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഗാന്ധി വിഭാവനം ചെയ്ത അല്ലെങ്കിൽ ഗാന്ധി പറഞ്ഞ ഗാന്ധിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആ ഒരു പുസ്തകം വായിക്കാറുള്ള ഒരാളും കൂടിയാണ്. ഇന്നത്തെ കാലഘട്ടത്ത് ഈ സത്യാന്വേഷണ പുസ്തകം വായിച്ചത് കൊണ്ടോ ഗാന്ധിജിയുടെ മാർഗം നല്ലതാണെന്ന് ഘോരം പ്രസംഗിക്കുന്ന ഒരുപാട് പേരെ, രാഷ്ട്രീയക്കാരെ ആയാലും ഗദറിട്ടവരെ ആയാലും ഗദറിടാത്തവരെ ആയാലും ഒക്കെ കാണാറുണ്ട്. പക്ഷെ ഇവരുടെയൊക്കെ ജീവിതത്തില് അവരുടെ തുടർന്നുള്ള ഭരണത്തിലോ ജീവിതത്തിലൊന്നും അതിന്റെ ഒരു അംശം പോലും കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ചിലപ്പോ എന്റെ കണ്ണിന് തിമിരം ബാധിച്ചതാവാം. കാരണം നമുക്കൊരു വശല്ലേ കാണാൻ പറ്റുള്ളൂ. ഇന്ന് മാതൃഭൂമി പത്രത്തിൽ കണ്ട വാർത്ത, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന ആ ഒരു ആശയമല്ല വേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ മറ്റുള്ള ചില ഓർമ്മകളിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകണം. അദ്ദേഹം നമ്മളുടെ ഏതോ ഒരു തീരത്ത് കൂടെ യാത്ര ചെയ്യുകയായിരുന്നു. ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോ ക്രിസ്തു ദർശനം വളരെ ഇഷ്ടമായിരുന്നു. അന്നത്തെ കാലഘട്ടത്തെ ഒരു വക്കീൽ അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിനെ പോയി കാണുന്ന പോലെ ഒരു രണ്ടാം മുണ്ടോ ഒരു എന്താ പറയാ ഒരു കോണകം പോലത്തെ ഒരു ഡ്രസ്സൊന്നും ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ ശരിക്കുള്ള ചെറുപ്പകാലത്തെ ഡ്രസ്സ്. ഒരു സ്യൂട്ടും കോട്ടൊക്കെ ഇട്ടിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോ ഏതോ ഒരു നദിക്കരയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു സ്ത്രീ കുളിക്കണ മറുമറയ്ക്കാനോ ബുദ്ധിമുട്ടി നിൽക്കുന്ന സ്ത്രീയുടെ മറ്റേ വസ്ത്രം അഴിഞ്ഞു പോവുകയോ ഒക്കെ ചെയ്തപ്പോ തന്റെ കോട്ട് ഊരിക്കൊണ്ട് ആ സ്ത്രീക്ക് വെള്ളത്തിൽ കൂടെ ഒഴുക്കി വിടുകയാണ്, അതെടുക്കാൻ പറഞ്ഞിട്ട്. അത് പിന്നെ അദ്ദേഹം ഒരു ശപഥം ചെയ്തു. അതായത് ഇനി ഇന്ത്യയിലെ ജനങ്ങൾ എല്ലാവർക്കും ഡ്രസ്സ് കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ ഡ്രസ്സ് ഉപയോഗിക്കുള്ളൂ എന്നൊരു വാശി അദ്ദേഹത്തിന് വരികയും അദ്ദേഹം നമ്മൾ കാണുന്ന തരത്തിലുള്ള ഒരു മുണ്ടും അതേപോലെയുള്ള ഒരു ഡ്രസ്സ്, ഞാൻ ഈ കോണകം എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചത് അതൊരു വിഷയമായിട്ട് ഇപ്പോ ലൈക്കിലോ സബ്സ്ക്രൈബ് ഇതിലോ വരാൻ വേണ്ടിയിട്ടല്ല.
അത് സാധാരണ നമ്മുടെ ഭാരതീയ സംസ്കാരം അല്ലെങ്കിൽ നമ്മുടെ കേരളീയ സംസ്കാരം അതിലൊക്കെ പറയുന്ന ഒരു വാക്കാണ്. അദ്ദേഹം ആ ഒരു പ്രവർത്തിച്ചതിന് ശേഷം പിന്നെ കോർട്ട് ഉപയോഗിച്ചിട്ടില്ല. ഇന്ന് നമുക്കറിയാം പല പ്രാസംഗികരെയും നമ്മുടെ നാട് ഭരിക്കുന്നവരെയും ഇന്ന് നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത്? ഗാന്ധിജി മരണപ്പെട്ടു. ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല. നല്ലൊരു വേളയാണ്, നല്ലൊരു സന്ദർഭമാണ്, നല്ലൊരു സാഹചര്യമാണ്. നമുക്കിനി വേണ്ടതൊരു ഗാന്ധിജിയാണ്. നമുക്കിനി വേണ്ടതൊരു സ്വാമി വിവേകാനന്ദനെയാണ്. നമുക്കിനി വേണ്ടതൊരു ആദർശശുദ്ധിയുള്ള നേതാക്കന്മാരെയാണ്. വളർന്നു വരുന്ന തലമുറ അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഫേസ്ബുക്കില് ഗാന്ധിയെ തപ്പിയിട്ട് ഗാന്ധിയുടെ ആദർശം എങ്ങനെയും വിളിച്ചു പറഞ്ഞുകൊണ്ടൊന്നും ഗാന്ധിജി ആവില്ല എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തില് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നമുക്ക് ഗാന്ധിജിയെ അനുകരിക്കാൻ പറ്റില്ല. സ്വന്തം ജീവിതത്തില് നമ്മൾ അതിനു വേണ്ട മാറ്റങ്ങൾ വരുത്തുകയാണ് വേണ്ടത്. നാം നന്നായാൽ നാട് നന്നാവും, നാട് നന്നായാൽ വീട് നന്നാവും, വീട് നന്നായി കഴിഞ്ഞാൽ സമൂഹം നന്നാവും, സമൂഹം നന്നായി കഴിഞ്ഞാൽ രാജ്യം നന്നാവും. അദ്ദേഹത്തിന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും വായിക്കുമ്പോൾ ഇന്ന് നാട് എനിക്ക് തമാശ രൂപത്തിൽ എനിക്ക് തോന്നിക്കാറുള്ളൊരു കാര്യം, ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ചില സമയങ്ങളിൽ ആലോചിച്ചു പോവുകയാണ്. ജനാധിപത്യ രീതി നല്ലത് തന്നെയാണ്, രാജാക്കന്മാരുടെ രീതി കുറച്ചുകൂടി നല്ലതാണ്. പിന്നെ പറയുമ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ബ്രിട്ടീഷുകാരൊക്കെ പണിത പാലങ്ങളോ, ബ്രിട്ടീഷുകാരൊക്കെ പണിത അന്ന് കാലത്ത് പണിത ഡാമുകള് നമുക്കൊന്നും അതിന്റെ ചോർച്ച വരെ അടയ്ക്കാൻ പറ്റുന്നില്ല. പണിതിട്ട് എത്ര വർഷമായി? ഒരുപാട് വർഷങ്ങൾ ആയിട്ടുണ്ട്. തൃശ്ശൂർ റൗണ്ട് ഈ അടുത്തിടയ്ക്കാണ് അതൊക്കെ വീണ്ടും കീൽ ചെയ്തത്. ഇപ്പോ നമ്മുടെ ജയ്ഹിന്ദ് മാർക്കറ്റ് സർവേകൾ ഇങ്ങനെ കുത്തി വെച്ചിരിക്കുകയാണ് അന്ന് കാളവണ്ടിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോ സമകാലീന രാഷ്ട്രീയത്തിലൂടെ ഞാനൊരു ചെറിയൊരു ഓട്ടം നടത്തിയതാണ്. നമ്മൾക്കെല്ലാവർക്കും, ഞാനിപ്പോ ഗാന്ധിയെ കാണുന്നത് ഇപ്പോ 100-ന്റെ നോട്ടിലോ 500-ന്റെ നോട്ടിലോ ഒക്കെയാണ്. ഇപ്പൊ ഗാന്ധി എത്തി നിൽക്കുന്നത്, ഇപ്പൊ തമാശക്ക് പറയണ പോലെ ഒരു ഗാന്ധിയുടെ പടം വേണമെന്ന് പറയുമ്പോ ഏത് പടമാണെന്നുള്ളതാണ് ഒരു കൺഫ്യൂഷൻ. 2000-ന് നിർത്തി, 100-ന്റെ പടമുണ്ട്, 500-ന്റെ പടത്തില് ഗാന്ധി ഉണ്ടെന്നുണ്ട്, എല്ലാത്തിലും ഗാന്ധിനെ കാണാണ്ട്. ഈ കൊച്ചുകുട്ടികളോട് ചോദിക്കുമ്പോ ഗാന്ധി ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ഒരു 100-ന്റെ ഗാന്ധി വരട്ടെ, നിങ്ങൾക്ക് നേർച്ചയിടാൻ പള്ളിയിൽ പോകാൻ ഒരു 100-ന്റെ 500-ന്റെ ഗാന്ധി തരൂ എന്നൊക്കെയാണ് കുട്ടികൾ പറയാ. അല്ലാതെ ഇന്നിപ്പോ നമ്മൾ വൃക്ഷങ്ങൾ നടുന്നത് പോലെയാണ്. വൃക്ഷം തൈ നടും,
നമ്മള് വൃക്ഷത്തൈ നട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ചുവട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാനും അതിന്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെയാണ് പല നേതാക്കന്മാരും നമ്മൾ കണ്ടിട്ടുള്ളത്. പിന്നീട് ആ വൃക്ഷത്തൈ വളർന്നു വന്നോ എന്ന് നോക്കാറില്ല. നമ്മളൊക്കെ നമ്മുടെ ഇപ്പൊ ഈ കഴിഞ്ഞ വർഷങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയ്ക്കധികം വൃക്ഷത്തൈ നടുകയാണെങ്കിൽ കേരളം ഒരു ചിറാപുഞ്ചിയായെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം മഴ നിർത്താണ്ട് പോയും വലിയൊരു കാടായിട്ട് മാറിയാണ്. കേരളത്തിലൊക്കെ എത്ര തയ്യ കണ്ടിട്ടുള്ളത്. എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ വർഷവും നട്ട തൈകള് കണക്കെടുക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട്. വിഷയത്തിൽ നിന്നും വീണ്ടും വ്യതിചലിച്ചു. നമ്മൾ പറഞ്ഞു നിർത്തിയത് വീണ്ടും നോക്കേണ്ടി വരും. ഗാന്ധിജി 100-ാം വർഷം. ഈ വേളയിൽ ഗാന്ധിജിയെ സ്മരിക്കുന്നു. ഗാന്ധിജി ജീവിച്ചിരുന്നു. ഗാന്ധിജിയുടെ ആ പ്രവൃത്തികൾ ഇന്നും ഇനിയിപ്പോ കാലത്തോട്ട് തന്നെയായിരിക്കും വാർത്തയിൽ വരിക. ഒരുപാട് നേതാക്കന്മാർ ഗാന്ധിജിയെ പ്രശംസിക്കുന്നു, ഗാന്ധിജിയെ പുകഴ്ത്തുന്നു. എന്നിട്ട് ഇവരുടെ ആ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ പിന്നീടുള്ളവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഗോഡ്സെ ആയിട്ട് മാറുണ്ടോ എന്ന് വരെ ഒരു സംശയം തോന്നാറുണ്ട്. അപ്പോ ഈ വേളയിൽ എനിക്ക് ഗാന്ധിജിയെ കുറിച്ച് സ്മരിക്കുമ്പോൾ കണ്ണിനു പകരം കണ്ണല്ല. ഗാന്ധിജി പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ യേശുദേവൻ പറഞ്ഞ പോലെ, ഒരു കവിള് അടിച്ചു കഴിഞ്ഞ് മറു കവിള് കാണിച്ചു കൊടുക്കുക. അദ്ദേഹം ട്രെയിനിൽ പോകുമ്പോൾ ഉണ്ടായ സംഭവം ഓർമ്മ വരികയാണ്. ഒരു വെള്ളക്കാരൻ അദ്ദേഹത്തെ അടിക്കുകയോ തൊഴിക്കുകയോ ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പല്ല് പോയി എന്നാണ് പറയണത്. അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങളുടെ ഷൂവിന് വലുതും പറ്റിയോ, നിങ്ങളുടെ കാലിന് വലുതും പറ്റിയോ എന്നൊക്കെ ചോദിക്കണ കാലഘട്ടമാണ് അന്നായിരുന്നത്. ഇന്നിപ്പോ നമ്മളൊക്കെ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല. ഞാനും അത്യാവശ്യം നല്ല ചൂടനായിട്ടുള്ള ഒരാൾ തന്നെയാണ്. നമ്മളിപ്പോ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചേട്ടന്റെ കയ്യിന് വലുതും പറ്റുമെന്ന് ആരും ചോദിക്കില്ല. അല്ല ചേട്ടന്റെ കാലിന്റെ ഷൂവിന് വലുതും പറ്റുമോ. അപ്പൊ മനുഷ്യൻ ഇപ്പൊ നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ വിചാരിക്കും കളിയാക്കുകയാണെന്ന് വിചാരിക്കും. ഒരെണ്ണൂടിയും കൊടുക്കും ചിലപ്പോ, അല്ല നമുക്ക് ഒരെണ്ണൂടിയും കിട്ടും. അപ്പോ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞ് നിങ്ങളെ ഗാന്ധിജിയെ പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, കഥകൾ പറയാനുണ്ട്. ഗാന്ധിജിയുടെ ഗാന്ധിജി ഇന്ന് എന്ന വിഷയത്തെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒരിക്കലും എത്തില്ല എന്നുള്ളത് കൊണ്ടും, പിന്നെ 100-ാമത്തെ ഈ ഗാന്ധി ജയന്തി നമുക്കെല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ, ഈ തുടർന്നുള്ള ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ ഈ ഗുഡ് മോർണിംഗ് പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾ എൻ്റെ പ്രോഗ്രാം കാണണം. ഈ പറഞ്ഞത് ശരിയല്ല എന്നുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് പറയണം. സോളമൻ പറഞ്ഞ് ശരിയായില്ല. നേരത്തെ ആരോ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ആരോ എന്തോ പറഞ്ഞു ഞാൻ വെല്ലുവിളിക്കണം. അങ്ങനെയുള്ളവര് വരണം. ഞാൻ അതിന് എൻ്റെതായിട്ടുള്ള സംശയങ്ങൾക്ക്, നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും. അത് വാട്സപ്പ് വഴിക്കാണെങ്കിൽ അങ്ങനെ പറയാം, ഫേസ്ബുക്ക് വഴിക്കാണെങ്കിൽ അങ്ങനെ പറയാം, എങ്ങനെയാണെങ്കിലും അങ്ങനെ പറയാം. അതൊരു വിഷയമുള്ള ഒരു സബ്ജക്റ്റ് അല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യാം.
നാളേക്ക് വേണ്ടി മാറ്റിവെക്കാതിരിക്കുക. ക്ഷമിക്കുക. സഹനത്തിൽ കൂടിയാണ് നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. രണ്ടു വാക്കുകൂടിയും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സഹനത്തിൽ കൂടിയാണ്, ക്ഷമയിലൂടെയാണ് ഗാന്ധിജി നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. രക്തസാക്ഷികളായവർ, അതായത് ഇന്നത്തെ നമ്മളുടെ ജനത്തിന്റെ രീതി കാണുമ്പോൾ നമുക്ക് ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെട്ടിട്ടാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടിയത്. ഈ ലക്ഷക്കണക്കിന് പേരുടെ ഫോട്ടോയൊന്നും ഇന്നില്ല, അവരാരും പൂജിക്കണമില്ല. നമ്മൾ ഗാന്ധിജീനെ മാത്രമേ കാണുന്നുള്ളൂ. ഒരുപാട് രക്തസാക്ഷികളാണ് നമ്മുടെ സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന് വേണ്ടിയിട്ട് മരണപ്പെട്ടിട്ടുള്ളവര്. ആ സ്വാതന്ത്ര്യമാണ് നമ്മളിന്ന് അനുഭവിക്കുന്നത്. അതിന്റെ ചുക്കാൻ പിടിച്ചത് ഗാന്ധിജി തന്നെയായിരുന്നു. വെള്ളക്കാർ ആയുധങ്ങളിലെല്ലാം അവർ കീഴടങ്ങിയത്. ഗാന്ധിജിയുടെ സമരത്തിന്റെ പാത കണ്ടിട്ടാണ് അവര് പേടിച്ച് പിന്മാറിയത്. അതായത് ഇദ്ദേഹത്തിന്റെ അടുത്തോ അദ്ദേഹത്തിന്റെ നാടിനെ കുറിച്ചോ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന ഒരു ഇതിൽ അവര് പത്തിമടക്കുകയാണ് ചെയ്തത്. ആ ഗാന്ധിജി, ആ ഒരു ക്ഷമ, ആ ഒരു സഹനം, അതാണ് നമ്മുടെ ഇന്നത്തെ നേതാക്കന്മാർക്ക് വേണ്ടത്. നാളെ നമുക്ക് വേണ്ടത്. നമ്മുടെ നാടിന് ഗുണം അതാണ് ചെയ്യുള്ളൂ. അല്ലാണ്ട് ഇന്നത്തെ പോലെ വാശി പിടിച്ചിട്ടോ ഒരാളെ കൊന്നിട്ടോ നമ്മൾ തമ്മില് ഓരോന്ന് പറഞ്ഞ് രാഷ്ട്രീയം പറഞ്ഞിട്ട് ആളുകളെ കൊന്നിട്ടോ വെട്ടിയിട്ടോ ഇടിച്ചിട്ടോ ഒന്നും പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. നമുക്ക് കിട്ടിയിട്ടുള്ള സ്വാതന്ത്ര്യം അത് നമ്മുടെ പൂർവികരായിട്ടുള്ള ഒരുപാട് പേര് മരിച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. ഇന്നത് ഒരാൾ പ്രതികരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ പ്രതിഷേധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളെ ഇല്ലായ്മ ചെയ്യുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നാട് എത്തിയിരിക്കുക. പ്രതികരിക്കാൻ ആളുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. അപ്പോ ഞാൻ സോളമനടാട്ട് ഇനിയും ഒരുപാട് ഗാന്ധിജിമാർ വരട്ടെ. നമ്മളാളുടെ ആദർശങ്ങൾ പറയൽ മാത്രമല്ല ചെയ്യേണ്ടത്, ആദർശധീരതർ ആയിരിക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട്. സുകുമാർ അഴീക്കോട്, നവാബ് രാജേന്ദ്രൻ, അവിടെ ഒറ്റയാൾ പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ അടുത്തൊന്നും ആരും വലിയ ഗുസ്തിക്കൊന്നും നിൽക്കാറില്ല. കാരണം അവർക്കറിയാം, കെ കാരനാരനാണെങ്കിലും അതുപോലെ നവാബ് രാജേന്ദ്രൻ ഒക്കെ കൂട്ടി വായിക്കുമ്പോൾ ആരാണതിൽ ശ്രേഷ്ഠൻ, അല്ലെങ്കിൽ രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയുന്നവർ, അത് ശരിയല്ല എന്ന് വിളിച്ചു പറയുന്നവര് ഇല്ലായ്മ ചെയ്യലല്ല രാഷ്ട്രീയം. ഈ അവസരത്തില് ഇനിയും ഞാൻ പറയാൻ നിന്ന് കഴിഞ്ഞാൽ വാച്ച് അവർ കൂടും, ഡോളർ കിട്ടിക്കൊണ്ടിരിക്കും, വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. പിന്നെ അതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമല്ല. ജീവിതം ഒന്നേ ഉള്ളൂ. അതാണിപ്പോ ഗാന്ധിജി കാണിച്ചത്. ആ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ആളതൊക്കെ ചെയ്തിട്ട് പോയി. നമ്മൾ തുടർന്നു വരുന്നവരും ആളുടെ പാത പിന്തുടരണം, അല്ലെങ്കിൽ പിന്തുടരണോ എന്നൊരു ചോദ്യവും ഞാനിവിടെ ഉന്നയിക്കുന്നുണ്ട്. എൻ്റെ ഭാഗത്തുനിന്ന് തുടരണം എന്ന് തന്നെയാണ്. ക്ഷമയോടുകൂടി ജീവിക്കാം. നമുക്ക് സഹനം അതൊരു ജീവിത രീതിയാക്കി മാറ്റാം. സഹനത്തിലൂടെ യേശുദേവനൊക്കെ പറഞ്ഞിട്ടുള്ള പോലെ സ്നേഹം, വാത്സല്യം, ദയ, നന്മ, സന്തോഷം, സമാധാനം, വിശ്വസ്തത, നീതിനിഷ്ഠത, കാരുണ്യം, സന്മനസ്, ഈ വക മനസ്സിൽ കൂടെ ഒക്കെ നമുക്ക് യാത്ര ചെയ്യാം.
നല്ലൊരു ഗാന്ധി ജയന്തി ഞാൻ ആശംസിക്കുന്നു. ഒരു 100ാമത്തെ ഗാന്ധി ജയന്തിയിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ കൃതാർത്ഥനാണ്. വാക്കുകള് ഇപ്പൊ നാവ് പഠിക്കാത്ത കാരണം എന്തുകൊണ്ട് കൃതാർത്ഥനാണ്. അപ്പോ നിങ്ങൾ ഈ പ്രോഗ്രാം കാണണം, നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അതേപോലെ നാളെ ആരൊക്കെയോ തെറിയൊക്കെ എഴുതി വിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വളരെ സന്തോഷമായിട്ട് സ്വീകരിക്കുന്നു. വൃത്തികെട്ട അപ്പനമ്മയ്ക്കൊക്കെ വിളിക്കാറുണ്ട്, അതൊക്കെ വളരെ സന്തോഷമായിട്ട് സ്വീകരിക്കുന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെയല്ല നമ്മുടെ ജീവിതത്തിലൊരു പിന്നെ മണിയൊക്കെ പറയുന്ന പോലെ അതൊക്കെയല്ലേ ജീവിതത്തിലൊരു രസം. അപ്പോ നിങ്ങൾ എൻജോയ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.